ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. ബ്രെഡും മുട്ടയും പച്ചക്കറികളും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ബൗളിലേക്ക് 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് സോക്ക് ചെയ്ത് വെക്കണം. അതിനായി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്തെടുത്ത ഇഞ്ചി, പച്ചമുളക്, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ചെറുതായി കട്ട് ചെയ്തെടുത്ത ക്യാബേജ്, കറി ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയായി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. പിന്നെ 1/4 കപ്പ് നൈസ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. നിങ്ങളുടെ മാവ് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് കടലമാവോ അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് കട്ടിയാക്കിയെടുക്കാം. അധികം ലൂസുമായി പോകരുത്, അധികം കട്ടിയുമാകരുത്. ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ഞാൻ 2 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മുട്ടയും പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഒന്ന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഒന്ന് ബോൾസാക്കി എടുത്ത് അതൊന്ന് പരത്തിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയും ചേർത്ത് കൊടുത്ത് കുറച്ച് മാവ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിത് കുറച്ച് വലിയ പീസായിട്ടാണ് ചെയ്തെടുക്കുന്നത്. കാരണം ഒരാൾക്ക് ഒന്ന് മതി വയറ് നിറയാൻ. ഇങ്ങനെ ഇനി മുട്ടയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് ബോൾസാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.